Hi dears, today we are discussing marketing. BCOE 141 Principles of Marketing and its first block Basic Concepts of Marketing and the first unit Nature and Scope of Marketing. Normally നമ്മളെല്ലാവരും ഈ മാർക്കറ്റിംഗ് എന്നുള്ളൊരു ടേം നമ്മൾക്ക് ഭയങ്കര പരിചിതമായിരിക്കും. സാധാരണയായി കോമൺ പീപ്പിൾ ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ടേം ഉപയോഗിക്കുന്നത് ഏകദേശം സെല്ലിംഗ് അല്ലെങ്കിൽ സെയിൽസ് റിലേറ്റഡ് ആക്ടിവിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് സാധാരണയായി എല്ലാവരും ഉപയോഗിക്കാറുള്ളത്. ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ യഥാർത്ഥ മീനിങ് അല്ലെങ്കിൽ അതിൽ വരുന്ന പ്രോസസ്സുകളെ കുറിച്ച് കൃത്യമായി വിശകലനം ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സെല്ലിംഗ് അല്ല. എന്നാൽ സെല്ലിംഗായി റിലേഷൻ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ റിലേഷൻ ഉണ്ട്. അപ്പോൾ എന്താണ് മാർക്കറ്റിംഗ്, അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്ട്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് യൂണിറ്റ് നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ്, മാർക്കറ്റിങ്ങിനെ കുറിച്ച് ജനറലായി നമ്മൾക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ, മാർക്കറ്റിങ്ങിൻ്റെ ഡെഫിനേഷൻ, മാർക്കറ്റിങ്ങിൻ്റെ കൺസെപ്റ്റുകൾ, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൽ വരുന്ന മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്ന ആശയം, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യമായി നമുക്ക് ഡെഫിനേഷൻ നോക്കാം. എന്താണ് മാർക്കറ്റിംഗ്? ഓരോ പീരിയഡിലും ഓരോ കാലഘട്ടങ്ങളിലും മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലുള്ള ഒരുപാട് ആളുകളുടെ കാഴ്ചപ്പാടുകളെ അടിസ്ഥാനമാക്കിയാണ് വിശദമാക്കിയിരുന്നത്. അപ്പോൾ അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ മാർക്കറ്റിങ്ങിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് മാർക്കറ്റിംഗ് ഈസ് ആൻ ഓർഗനൈസേഷണൽ ഫങ്ഷൻ ആൻഡ് എ സെറ്റ് ഓഫ് പ്രോസസ് ഫോർ ക്രിയേറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ഡെലിവറിംഗ് വാല്യൂ to consumers and for managing customer relationship in ways that benefit the organization and its stakeholders. അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സങ്കീർണമായ പ്രവർത്തനമാണ്, അല്ലെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ഈ ഡെഫിനേഷനിൽ പറയുന്നത്. അതിലെന്താ പറയുന്നത്? ഇറ്റ് ഈസ് എൻ ഓർഗനൈസേഷണൽ ഫങ്ഷൻ. ഇത് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഒരു ഫങ്ഷനാണ്. ആ സ്ഥാപനവുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഫങ്ഷനാണ് മാർക്കറ്റിംഗ്. അതിൽ എന്തൊക്കെ വരുന്നു? ആൻഡ് എ സെറ്റ് ഓഫ് പ്രോസസ്. അപ്പോൾ ഇതൊരു ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം മാത്രമല്ല, അതിൽ ഒരു കൂട്ടം പ്രക്രിയകൾ വരുന്നുണ്ട്, പ്രോസസ്സുകൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ് അതിൽ വരുന്നത്? ഫോർ, എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്? ക്രിയേറ്റിംഗ്, രൂപീകരിച്ചെടുക്കാം, കമ്മ്യൂണിക്കേറ്റിംഗ്, ആശയവിനിമയം നടത്തുക, ആൻഡ് ഡെലിവറിങ്, വിതരണം ചെയ്യുക. എന്ത്? വാല്യൂ ടു കൺസ്യൂമേഴ്സ്, നമ്മുടെ ഉപഭോക്താക്കൾ. കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളാണ് കൺസ്യൂമേഴ്സ്. അപ്പോൾ ഈ ഉപഭോക്താക്കൾക്ക് വേണ്ട മൂല്യങ്ങൾ അത് നിർമ്മിച്ചെടുക്കുക, അതിനെക്കുറിച്ച് അവർക്ക് ആശയവിനിമയം നടത്തുക, അതവർക്ക് എത്തിച്ചു കൊടുക്കുക, അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, അതിനു വേണ്ടി വരുന്ന എല്ലാ പ്രക്രിയകളും ചെയ്യുന്നതാണ് മാർക്കറ്റിംഗ്. അതെന്തിനാ? ആൻഡ് ഫോർ മാനേജിങ് കസ്റ്റമർ റിലേഷൻഷിപ്പ്. നമ്മൾക്ക് എന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയണം? നമ്മുടെ ഉപഭോക്താക്കളുമായി നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയണം. അത് ആർക്കൊക്കെ ബെനിഫിഷ്യൽ ആവണം? ഇൻ വേസ് ദാറ്റ് ബെനിഫിറ്റ് ദ ഓർഗനൈസേഷൻ, നമ്മുടെ സ്ഥാപനത്തിന് അതുകൊണ്ടൊരു ഗുണം വേണം. ആൻഡ് ഇറ്റ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനോട് ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികൾ, അവർക്കെല്ലാം ബെനിഫിഷ്യൽ ആവണം. അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഉപഭോക്താക്കൾക്ക് മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ മൂല്യമുള്ള സേവനങ്ങൾ നൽകുക, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ അവരുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കുക. ക്രിയേഷൻ മുതൽ വേണം. ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ച് ഇതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അവർക്ക് കൊടുത്ത് അവരുടെ കൈകളിൽ എത്തിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ അവരെ നല്ലൊരു റിലേഷനിൽ കൊണ്ടുപോകാൻ കഴിയണം. വിൽപ്പന നടത്തി കഴിഞ്ഞാൽ അവരിനി എന്താച്ചാൽ ആയിക്കോട്ടെ, അങ്ങനെയല്ല. നമ്മൾക്കൊരു ഗുഡ് റിലേഷൻ അവരുമായി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയണം. അതോടൊപ്പം നമ്മുടെ സ്ഥാപനത്തിനും സ്ഥാപനത്തിൽ താല്പര്യമുള്ള ആളുകൾക്കും ബെനഫിറ്റും ഉണ്ടാവണം. സ്ഥാപനത്തിനുള്ള താല്പര്യം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഏതൊരു ബിസിനസ് സ്ഥാപനമാണെങ്കിലും
അവർക്ക് ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ലക്ഷ്യം വരുന്നത്. അപ്പോൾ ആ ലാഭം ഉണ്ടാക്കുകയും വേണം, അതോടൊപ്പം തന്നെ നമ്മുടെ അൾട്ടിമേറ്റ് എയിം ആയിട്ടുള്ള കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. മാർക്കറ്റിങ്ങിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. ഉപഭോക്താക്കളെ സംതൃപ്തരാക്കി നിലനിർത്തിക്കൊണ്ട് പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളുടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിലെ മാർക്കറ്റിംഗ് വിങ്ങിൻ്റെ ലക്ഷ്യം. അപ്പോൾ ചില സ്ഥാപനങ്ങൾ പുതിയ എൻ്റർപ്രണേഴ്സ് ആണെന്ന് വിചാരിക്കാം, ഇന്നൊവേറ്റീവ് തിങ്കേഴ്സ് ആയിരിക്കും. അവർക്ക് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് പോലും അവർ തീരുമാനിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വാട്ട് ടു പ്രൊഡ്യൂസ്, അതിൽ നിന്ന് തുടങ്ങണം. എന്ത് പ്രോഡക്റ്റ് ഓഫർ ചെയ്താലാണ്, അല്ലെങ്കിൽ എന്ത് സർവീസ് നൽകിയാലാണ് മാർക്കറ്റിൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്, മാർക്കറ്റിൽ മാക്സിമം ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നത്, ആ ഒരു ചിന്തയിൽ നിന്ന് തുടങ്ങി ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അതിന് എത്തേണ്ട സ്ഥലത്ത് എത്തേണ്ട സമയത്ത് എത്തിച്ചു കൊടുത്ത് കസ്റ്റമറിലേക്ക് എത്തിച്ച് അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ ശേഖരിച്ച് അങ്ങനെ കസ്റ്റമേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് എംഫസിസ് കൊടുത്തുകൊണ്ട് നമ്മൾക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതെല്ലാം ഈ മാർക്കറ്റിങ്ങിൻ്റെ ഏരിയയിൽ വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു, ഓരോ സമയത്തും ഈ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ആശയങ്ങളോടുള്ള കാഴ്ചപ്പാടിലും മാറുന്നുണ്ട്. ഇത് അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ നൽകിയ ഡെഫിനേഷനാണ്. എന്നാൽ നമ്മുടെ പ്രശസ്ത മാർക്കറ്റർ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് തിങ്കർ ആയിട്ടുള്ള ഫിലിപ്പ് കോട്ട്ലർ വേറൊരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു ഹിം, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എ ഹ്യൂമൻ ആക്ടിവിറ്റി ഡയറക്റ്റഡ് അറ്റ് സാറ്റിസ്ഫൈങ് നീഡ്സ് ആൻഡ് വാണ്ട്സ് ത്രൂ എക്സ്ചേഞ്ച് പ്രോസസ്. ഫിലിപ്പ് കോട്ട്ലർ പറയുന്നത് എന്താ? മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മാനുഷിക പ്രവർത്തനമാണ്. എന്തിനു വേണ്ടിയിട്ട് നടത്തുന്നതാണ്? ഡയറക്റ്റഡ് അറ്റ് സാറ്റിസ്ഫൈങ് നീഡ്സ് ആൻഡ് വാണ്ട്സ്. മറ്റു വ്യക്തികളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അവരെ സംതൃപ്തരാക്കാം. അത് എന്ത് പ്രോസസ്സിലൂടെ? എക്സ്ചേഞ്ച് പ്രോസസ്സ്. അതായത് അവർക്ക് എന്താണോ ആവശ്യമുള്ളത് ആ ഉൽപ്പന്നങ്ങൾ നമ്മൾ അങ്ങോട്ട് നൽകണം. അപ്പോഴേ അവർക്ക് സംതൃപ്തി കിട്ടുള്ളൂ. അങ്ങനെ സംതൃപ്തരായ കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുക, ക്രിയേറ്റ് ചെയ്തെടുക്കുക, അതാണ് മാർക്കറ്റിങ്ങിൽ വരുന്നത് എന്നാണ് ഫിലിപ്പ് കോട്ട്ലർ പറയുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് മനുഷ്യന്മാരുടെ ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ഹ്യൂമൻ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ പ്രത്യേകത എന്താ? അൺലിമിറ്റഡ് ആണ്. കടലിലെ തിരമാലകളെ പോലെയാണ്. ഒരു ആവശ്യം വരും, അതിനെ സംതൃപ്തമാക്കുമ്പോൾ തൊട്ടടുത്ത ആവശ്യം വരും. അത് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യും തോറും നീഡ്സ് വന്നുകൊണ്ടേയിരിക്കും, പലതരത്തിലുള്ള ആവശ്യങ്ങൾ. അപ്പോൾ ഈ എല്ലാ നീഡ്സ് ആൻഡ് വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യാൻ പല കൺസ്യൂമേഴ്സിനും കഴിയാറില്ല. കാരണം എന്താ? ലിമിറ്റേഷൻ ഓഫ് ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്. നമ്മൾക്ക് ആവശ്യം ഉണ്ടായാൽ മാത്രം പോരാ, പർച്ചേസിങ് പവർ വേണം. ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ പലപ്പോഴും ഇന്ത്യയെ പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലൊന്നും എല്ലാ ഉപഭോക്താക്കൾക്കും അവർക്ക് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും വാങ്ങി ഉപയോഗിക്കാനൊന്നും കഴിയാറില്ല. അവരുടെ സാഹചര്യം അതിന് അനുവദിക്കാറില്ല, അവരുടെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ലിമിറ്റേഷൻ കാരണം. അപ്പോൾ ഈ ഹ്യൂമൻ നീഡ്സ് ആൻഡ് വാണ്ട്സും നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ പർച്ചേസിങ് പവറും എല്ലാം പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ പ്രോഡക്ട്സ് മാർക്കറ്റിൽ എത്തിക്കേണ്ടത്. മാർക്കറ്റിങ്ങിലാണല്ലോ നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്ന ആ പ്ലേസിലാണല്ലോ പ്രോഡക്ട്സും സർവീസൊക്കെ പരസ്പരം കൈമാറുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരുടെ ലിമിറ്റേഷനൊക്കെ മനസ്സിലാക്കി വേണം മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കണ്ടക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് എന്ന് നമ്മൾക്ക് പറയാം. കാരണം ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വാണ്ട്സ്. നമ്മുടെ മാർക്കറ്റിലുള്ള ഉപഭോക്താക്കളുടെ അസംതൃപ്തമായ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിലാണ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി തൊട്ടടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ കൺവേർട്ട് ദ നീഡ്സ് ഇൻ ടു പ്രോഡക്റ്റ്. അവരുടെ ആവശ്യങ്ങളെ നമ്മൾ ഉൽപ്പന്നമാക്കി മാറ്റും. എന്താണോ അവർക്ക് ആവശ്യമുള്ളത് അത്തരം ഉൽപ്പന്നങ്ങൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും, ഉൽപ്പാദിപ്പിക്കും. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? ഈ പ്രോഡക്ട്സ് ആർ മൂവിങ് ടു കസ്റ്റമേഴ്സ്. നമ്മുടെ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോഡക്റ്റ്
ആരിലേക്ക് എത്തിക്കണം? കസ്റ്റമേഴ്സിൽ എത്തിക്കണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ മൂവിങ് ദ പ്രോഡക്റ്റ് ടു കസ്റ്റമേഴ്സ്, അവരിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി എന്തെല്ലാമാണോ ചെയ്യേണ്ടത് അതെല്ലാം നമ്മൾ ചെയ്യണം. പരസ്യം ചെയ്യേണ്ടി വരും, അവരുടെ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉപയോഗിച്ച് പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കേണ്ടി വരും, നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും, അവർക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തു കൊടുക്കേണ്ടി വരും, കുറേ ജോലികൾ റിലേറ്റഡ് ആയിട്ട് വരും. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് എന്താ? ഫീഡ്ബാക്ക്. വി ആർ കളക്ടിങ് ഫീഡ്ബാക്ക് ഓഫ് കസ്റ്റമേഴ്സ്. നമ്മളിങ്ങനെ പ്രോഡക്റ്റ് അങ്ങോട്ട് നൽകിയിട്ട് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഇനി ഇതിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം, അങ്ങനെയുള്ള ഫീഡ്ബാക്ക് വാങ്ങിക്കും. ആ ഫീഡ്ബാക്ക് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ പ്രോഡക്റ്റിൽ ആ ഫീഡ്ബാക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ആൾട്ടറേഷൻസ് നടത്തും. അതായത് ഇവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തും. അപ്പോൾ ഇതൊരു സൈക്ലിക്കൽ പ്രോസസ് പോലെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കസ്റ്റമേഴ്സിൽ നിന്ന് തുടങ്ങി കസ്റ്റമേഴ്സിൽ എത്തി അവസാനിക്കുക എന്ന് പറയുന്നത് പോലെയാണ്. അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, ആ ഉൽപ്പന്നങ്ങൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, ദെൻ അവരിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ആ പ്രോസസ്സിനെ വീണ്ടും ഒന്ന് മോഡിഫൈ ചെയ്ത് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാം ആ ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസ് തന്നെയാണ്, പക്ഷേ ഓരോന്നിനും അതിൻ്റേതായ സവിശേഷതകളുണ്ട്. അപ്പോൾ മാർക്കറ്റിംഗ് എയിംസ് അറ്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് വി ആർ പ്രൊവൈഡിങ് ദോസ് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് വിച്ച് വിൽ സാറ്റിസ്ഫൈ ദ അൺസാറ്റിസ്ഫൈഡ് വാണ്ട്സ് ആൻഡ് നീഡ്സ് ഓഫ് അവർ കസ്റ്റമേഴ്സ്. അസംതൃപ്തരായ നമ്മുടെ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുയോജ്യമാകുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ച്, ഡെഫിനേഷനിലേക്ക് പോവാം, ക്രിയേറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ഡെലിവറിങ്. ഉൽപ്പാദിപ്പിച്ച് ഇതിനെക്കുറിച്ച് അവരോട് പറഞ്ഞ് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു, എന്നിട്ട് അവരുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് വീണ്ടും മാറ്റങ്ങൾ നടത്തുന്നു. അതാണ് മാർക്കറ്റിംഗ്. നെക്സ്റ്റ് ടോപ്പിക്, കൺസെപ്റ്റ്സ് ഓഫ് മാർക്കറ്റിംഗ്. ഇപ്പോൾ ഡെഫിനേഷനാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനി ഏതൊക്കെ വ്യൂ പോയിന്റിലാണ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ഓരോ വ്യൂ പോയിന്റിൽ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? മെയിനായി 5 കൺസെപ്റ്റാണുള്ളത്. പ്രൊഡക്ഷൻ കൺസെപ്റ്റ്, പ്രോഡക്റ്റ് കൺസെപ്റ്റ്, സെല്ലിംഗ് കൺസെപ്റ്റ്, മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ആൻഡ് സൊസൈറ്റൽ കൺസെപ്റ്റ്. ഫസ്റ്റ് വൺ, പ്രൊഡക്ഷൻ കൺസെപ്റ്റ്. അപ്പോൾ ആ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം എംഫസിസ് എന്തിനായിരിക്കും കൊടുക്കുന്നത്? പ്രൊഡക്ഷൻ. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ്, marketers view that we have to produce much more to satisfy the consumers, and the consumers are interested in buying low priced easily available product. ഇത് ഒരു വിശ്വാസമാണ്, അത് ശരിയാണോ അല്ലയോ എന്നല്ല. പ്രൊഡക്ഷൻ കൺസെപ്റ്റ് പ്രകാരം മാർക്കറ്റേഴ്സ് തിങ്ക് ചെയ്യുന്നത്, അവർ വിചാരിക്കുന്നത് എന്താണ്? ഏറ്റവും പെട്ടെന്ന് ലഭ്യമാകുന്ന വളരെ ചുരുങ്ങിയ വിലക്കുള്ള, അതായത് നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ഒരു ഡെവലപ്പിംഗ് കൺട്രിയൊക്കെ ആകുമ്പോൾ ഒരു മിഡിൽ ഇൻകം ഗ്രൂപ്പായിരിക്കും. അപ്പോൾ പല ആവശ്യങ്ങളും അവരുടെ ഇക്കണോമിക് ഇൻട്രസ്റ്റിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞത് കാരണം, അല്ലെങ്കിൽ അവരുടെ ഇക്കണോമിക് പവർ വളരെ കുറവായത് കാരണം പല കാര്യങ്ങളും അവർ വാങ്ങേണ്ട എന്ന് വിചാരിച്ച് മാറ്റിവെക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ നമ്മുടെ മാർക്കറ്റിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണെങ്കിൽ ആ കൺസ്യൂമേഴ്സ് ആ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കും എന്നാണ് ഈ കൺസെപ്റ്റിൻ്റെ അടിസ്ഥാന ആശയം. അപ്പോൾ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള അത്രയും പ്രോഡക്റ്റ് നൽകാൻ നമ്മൾ റെഡി ആവണം. അതിനുവേണ്ടി നമ്മുടെ സ്ഥാപനത്തിൽ മാക്സിമം പ്രൊഡക്ഷൻ നടത്തണം എന്ന് പറയുന്ന ആശയമാണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ്. ഈ പ്രൊഡക്ഷൻ കൺസെപ്റ്റ് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ്. ഒന്ന്, വെർ ദർ ഈസ് മോർ ഡിമാൻഡ് ദാൻ സപ്ലൈ. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സപ്ലൈയേക്കാൾ കൂടുതൽ ഡിമാൻഡ് മാർക്കറ്റിൽ ഉണ്ടാകുമ്പോൾ, അതായത് പ്രൊഡക്റ്റിന് ആവശ്യക്കാർ ഇഷ്ടം പോലെയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചാൽ നമ്മൾക്ക് ലാഭം ഉണ്ടാവും. കാരണം ആവശ്യക്കാർ ഇഷ്ടംപോലെ ഉണ്ട്, എത്ര പ്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താലും വാങ്ങാൻ ആളുണ്ട്. അങ്ങനെ ഡിമാൻഡ് മോർ ദാൻ സപ്ലൈ ആണെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ കൺസെപ്റ്റ് ഫീസിബിൾ ആണ്. അതേപോലെ തന്നെ വെൻ ദ പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് സിംഗിൾ യൂണിറ്റ് ഈസ് ഹൈ, നമ്മൾക്ക് ഒരു യൂണിറ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു സിംഗിൾ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നല്ല പൈസ വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ ഇക്കണോമിക്സ് ഓഫ് സ്കെയിൽ നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ കഴിയും.
ഒരുപാട് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ ഫിക്സഡ് ആണ്, നമ്മൾക്കറിയാം. അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൂടുമ്പോൾ ഒരു യൂണിറ്റിലേക്ക് അലോട്ട് ചെയ്യപ്പെടുന്ന കോസ്റ്റിൻ്റെ എമൗണ്ട് കുറയും. അപ്പോൾ കൂടുതൽ എമൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുറേ കോസ്റ്റുകൾ നമ്മൾക്ക് ലാഭിക്കാൻ കഴിയും. അങ്ങനെ ലാർജ് സ്കെയിൽ ഇക്കണോമീസ് അത് എൻജോയ് ചെയ്യണമെങ്കിലും നമ്മൾക്ക് ഈ പ്രൊഡക്ഷൻ കൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്താൽ മതി. എല്ലായ്പ്പോഴും ഇത് സക്സസ് ആയിക്കൊള്ളണമെന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണെങ്കിൽ, അതായത് സപ്ലൈയേക്കാൾ കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരിക്കുക, എത്ര പ്രൊഡക്റ്റ് കൊടുത്താലും വാങ്ങിക്കാൻ മാർക്കറ്റിൽ കസ്റ്റമേഴ്സ് റെഡി ആയിരിക്കുക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾക്ക് പ്രൊഡക്ഷൻ കൺസെപ്റ്റ് വേണമെങ്കിൽ സ്വീകരിക്കാം. പ്രൊഡക്ഷൻ കൺസെപ്റ്റിൽ എന്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? മാക്സിമം പ്രൊഡക്ഷൻ. ദെൻ രണ്ടാമത്തെ കൺസെപ്റ്റ് ഏതാണ്? പ്രോഡക്റ്റ് കൺസെപ്റ്റാണ്. അവിടെ ഉൽപ്പന്നത്തിനാണ് പ്രാധാന്യം. ഹൗ ടു മേക്ക് എക്സ്ട്രാ ഓർഡിനറി. നമ്മുടെ പ്രോഡക്റ്റ് എപ്പോഴും എന്തായിരിക്കണം? മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നിലനിൽക്കണം. നമ്മളെപ്പോഴും ചില കസ്റ്റമേഴ്സ് കണ്ടിട്ടില്ലേ, വെറൈറ്റി തിരഞ്ഞു പോകും. സാധാരണ എല്ലാവരും കാണുന്ന കളറാണെങ്കിൽ എനിക്ക് വേണ്ട, എനിക്ക് റയർ കളർ മതി. നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി അതിന് വേണം, അതിനൊരു സെപ്പറേറ്റ് ലുക്ക് വേണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ഉൽപ്പന്നത്തിന് പ്രാധാന്യം കൊടുക്കുക. എത്ര ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതിനല്ല അവിടെ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് എങ്ങനെ വേറിട്ട് നിൽക്കുന്നു, ആ രീതിയിൽ ഉൽപ്പന്നത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ മാർക്കറ്റിംഗ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നതാണ് പ്രോഡക്റ്റ് കൺസെപ്റ്റ്. പക്ഷേ ഇവിടെ നമ്മൾ ഒരിക്കലും കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സോ പ്രിഫറൻസോ ഒന്നും പരിഗണിക്കുന്നില്ല. നമ്മുടെ പ്രോഡക്റ്റിനെ നമ്മൾ സുപ്പീരിയർ ക്വാളിറ്റിയിൽ മാർക്കറ്റിൽ എത്തിക്കുന്നു. നമ്മുടെ വിചാരം എന്താണ്? നമ്മൾ ഈ സുപ്പീരിയർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാർക്കറ്റർ ചിന്തിക്കുന്നത് എന്താണ്? ദ കൺസ്യൂമേഴ്സ് വിൽ പേ എക്സ്ട്രാ ഫോർ പ്രീമിയം പ്രോഡക്റ്റ്. നല്ല ഉൽപ്പന്നമാണെങ്കിൽ അതിൻ്റെ വില ഇത്തിരി കൂടിയാലും തരാൻ കൺസ്യൂമേഴ്സ് റെഡിയാവും എന്നാണ് നമ്മുടെ വിശ്വാസം. ഈ പ്രോഡക്റ്റ് കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്ന മാർക്കറ്റേഴ്സിൻ്റെ വിശ്വാസം. ഒരു പരിധിവരെ അത് ശരിയാണ്. പലപ്പോഴും പല ആളുകളും അവനവൻ്റെ സ്റ്റാറ്റസ് നോക്കാൻ വേണ്ടി നല്ല പ്രീമിയം ലെവലിലുള്ള പ്രോഡക്ട്സ് ഹൈ പ്രൈസ് കൊടുത്ത് വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഈ പ്രോഡക്റ്റ് കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് നമ്പറിൽ ചിലപ്പോൾ മിനിമം ആയിരിക്കാം. എന്നാൽ ഇത് കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സോ പ്രിഫറൻസോ പരിഗണിച്ചല്ല നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഒരു പുതിയ ആശയം നമ്മൾ പുതിയ രീതിയിൽ മാർക്കറ്റിൽ നമ്മൾ അവർക്ക് അവൈലബിൾ ആക്കി നൽകുന്നു. ഈ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് സക്സസ് ആവും. അതേസമയം നമ്മുടെ ഈ സവിശേഷതകളോട് കൂടിയ ഇറങ്ങിയ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സ് ആക്സെപ്റ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കാം, അവർക്ക് ഇതിൽ വലിയ താല്പര്യമൊന്നും തോന്നിയില്ലെങ്കിൽ നമ്മുടെ എഫേർട്ട് ഫെയിലർ ആവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു പുതിയ മോഡൽ ബിസ്ക്കറ്റ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുകയാണ്. അതിന് പുതിയൊരു ഫ്ലേവറും ഒക്കെ കൊടുത്തു, നല്ല ക്വാളിറ്റിയൊക്കെ ഇൻക്രീസ് ചെയ്തു, പ്രൈസും കുറച്ച് ഇൻക്രീസ് ചെയ്തു. ആ ബിസ്ക്കറ്റിന് പ്രൈസ് കൂടുതലാണെങ്കിലും ആളുകൾ വാങ്ങിക്കും. എങ്ങനെയാണെങ്കിൽ അവർക്ക് മൊത്തത്തിൽ ഈ പ്രോഡക്റ്റ് ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടിട്ടില്ലേ 10 രൂപയ്ക്കും ചോക്ലേറ്റ് കിട്ടും, 35-45 കൊടുത്താണ് കിൻഡർ ജോയ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ചെറിയ കുട്ടികൾ വാങ്ങി ഉപയോഗിക്കുന്നത്. അതിലാകെ ഒരു ഇത്തിരി മിഠായി കഴിക്കാനുണ്ടാവും. ഉള്ളത് നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കും, നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും. പക്ഷേ എന്നാലും ആ കിൻഡർ ജോയ്ക്ക് നമ്മുടെ മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സവിശേഷതയുള്ള പ്രോഡക്റ്റ് കസ്റ്റമേഴ്സ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഫെയിലർ വരില്ല. പ്രോഡക്റ്റ് കൺസെപ്റ്റ് ആണെങ്കിൽ നമ്മൾക്ക് ഫോളോ ചെയ്യാം. അതല്ലെങ്കിൽ ചില സമയങ്ങളിൽ പ്രോഡക്റ്റ് കൺസെപ്റ്റ് ഫോളോ ചെയ്താൽ നമ്മൾക്ക് ഫെയിലർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദെൻ മൂന്നാമത്തെ കൺസെപ്റ്റാണ് സെല്ലിംഗ് കൺസെപ്റ്റ്. പേരിൽ തന്നെ ഉണ്ട്. ഇമ്പോർട്ടൻസ് എന്തിനായിരിക്കും കൊടുക്കുന്നത്? വിൽപ്പന, മാക്സിമം സെയിൽസ്. എന്തൊക്കെ പ്രൊമോഷണൽ ആക്ടിവിറ്റി അഡോപ്റ്റ് ചെയ്താലും വേണ്ടില്ല, സെയിൽസ് ബൂസ്റ്റ് ചെയ്യണം, നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ അച്ചീവ് ചെയ്യണം. ആ ലക്ഷ്യത്തോടു കൂടി മാക്സിമം സെയിൽസ് ഓറിയൻറ്റഡ് ആയി നടത്തുന്ന കൺസെപ്റ്റാണ് സെയിൽസ് കൺസെപ്റ്റ്. അപ്പോൾ ഈ സെയിൽസ് കൺസെപ്റ്റിൽ നമ്മൾ പലപ്പോഴും വന്ന കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും നോക്കില്ല. നമുക്ക് ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ അച്ചീവ് ചെയ്താൽ മാത്രം മതി. അതല്ലാതെ നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ ലോയൽ കസ്റ്റമേഴ്സ് ആക്കി കൊണ്ടുപോകണം എന്നുള്ള ആശയമൊന്നും സെയിലിംഗ് കൺസെപ്റ്റിലില്ല. ചില പ്രോഡക്റ്റിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, സെയിൽസ്മാനൊക്കെ ടാർഗറ്റ് കൊടുക്കും, മാസം ഇത്ര പോളിസി വിൽക്കണം, ഇത്ര പ്രോഡക്റ്റ്, ഇത്ര കാറുകൾ വിൽക്കണം. അപ്പോൾ അവിടെ മാക്സിമൈസേഷൻ ഓഫ് സെയിൽസിലാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നിട്ട് സെയിൽസ് മാക്സിമം ആവുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് മാക്സിമം ആവും. പക്ഷെ അത് ചിലപ്പോൾ എങ്ങനെയായിരിക്കും? ഇൻ ഷോർട്ട് റൺ, കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും.
അത് നമ്മൾ നോക്കുന്നില്ല. ലോങ് റൺ പ്രോഫിറ്റബിലിറ്റി ആണോ ഷോർട്ട് റൺ പ്രോഫിറ്റബിലിറ്റി ആണോ എന്ന് നമ്മൾ നോക്കുന്നില്ല. മാക്സിമം സെയിൽസ് നടത്തുക, മാക്സിമം റവന്യൂ ഉണ്ടാക്കുക, മാക്സിമം കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചേരുക. ആ ഒരു കൺസെപ്റ്റാണ് സെല്ലിംഗ് കൺസെപ്റ്റിലുള്ളത്. ഇത് സ്യൂട്ടബിൾ ആണ്. എങ്ങനെയുള്ള കൺസേൺസിനാണ് അറിയോ? വേർ ദർ ഈസ് എക്സസ് പ്രൊഡക്ഷൻ. കുറേ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ വിറ്റ് പോവണ്ടേ? അതിനുവേണ്ടി നമ്മൾ എന്തും ചെയ്യും. എന്തൊക്കെ ഓഫറുകൾ വേണമെങ്കിൽ കൊടുക്കും, എന്തൊക്കെ പ്രൊമോഷണൽ ആക്ടിവിറ്റി വേണമെങ്കിൽ കണ്ടക്ട് ചെയ്യും. നമുക്ക് എന്ത് കിട്ടിയാൽ മതി? മാക്സിമം സെയിൽസ്. അതാണ് സെല്ലിംഗ് കൺസെപ്റ്റ്. ദെൻ ലാസ്റ്റിൽ വരുന്ന ഒരു നാലാമത്തെ കൺസെപ്റ്റാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. ടോട്ടൽ 5 കൺസെപ്റ്റ് ഉണ്ട്. നാലാമത്തെ കൺസെപ്റ്റ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണിത്. ഇൻ ദിസ് വി ആർ ഗിവിങ് എംഫസിസ് ടു കസ്റ്റമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുക, അതിലൂടെ നമ്മുടെ സ്ഥാപനത്തിന് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിൽ എത്തുക എന്നുള്ള എയിമുള്ള കൺസെപ്റ്റാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. അപ്പോൾ ഹിയർ വി ആർ സ്റ്റാർട്ടിങ് അവർ മാർക്കറ്റിംഗ് പ്രോസസ് ബൈ അനലൈസിങ് ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് അവർ കസ്റ്റമേഴ്സ്. നമ്മുടെ സമൂഹത്തിലുള്ള കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് മനസ്സിലാക്കി അതിന് വേണ്ട പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അവരിലേക്ക് അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലൂടെ എത്തിച്ച് അവർക്ക് ആ പ്രോഡക്റ്റ് കൈമാറി ആഫ്റ്റർ സെയിൽ സർവീസുകളൊക്കെ നടത്തി നമ്മുടെ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഡിലൈറ്റഡ് കസ്റ്റമേഴ്സിനെ ലോയൽ കസ്റ്റമേഴ്സ് ആക്കി ലോങ് റൺ പ്രോഫിറ്റബിലിറ്റി, കുറേ കാലം നമുക്ക് അവരിൽ നിന്നുള്ള ലാഭം വേണം. അങ്ങനെ ലോയൽ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു എയിമോട് കൂടി കസ്റ്റമർ ഈസ് ദ കിങ് ഓഫ് മാർക്കറ്റ് എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പാക്കുന്ന കൺസെപ്റ്റാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. അവിടെ നമ്മൾക്ക് ലോങ് റൺ പ്രോഫിറ്റബിലിറ്റി ആണ്. അപ്പോൾ വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ ഉണ്ടായിരിക്കും. അവർക്ക് ഷോർട്ട് റൺ റവന്യൂവിലാവില്ലായിരിക്കും ലക്ഷ്യം. കാരണം അവരുടെ ഇഷ്ടം പോലെ ഫണ്ട് ഉണ്ടായിരിക്കും, ഓപ്പറേഷണൽ ഫിനാൻസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്തരം കമ്പനീസൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് കൺസെപ്റ്റാണ്. കാരണം അവരൊരിക്കൽ റിസീവ് ചെയ്ത അല്ലെങ്കിൽ അവരൊരിക്കൽ ക്രിയേറ്റ് ചെയ്തെടുത്ത കസ്റ്റമേഴ്സിനെ അവർ നഷ്ടപ്പെടുത്തില്ല. എന്ത് വില കൊടുത്തും ആ കസ്റ്റമേഴ്സിനെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പോകും. അത്തരം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എംഫസിസ് കൊടുക്കുന്ന കൺസെപ്റ്റാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. ദെൻ ലാസ്റ്റിൽ വരുന്നതാണ് സൊസൈറ്റൽ കൺസെപ്റ്റ്. നമ്മൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്ഥാപനം അവരുണ്ടാക്കുന്ന ലാഭത്തിൻ്റെ ഒരു പങ്ക് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി തന്നെ ചെലവഴിക്കണം. അങ്ങനെ ഒരുപാട് നവീന ആശയങ്ങൾ ഇപ്പോൾ ബിസിനസ്സുകാർ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സൊസൈറ്റൽ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് എംഫസൈസസ് ഓൺ വെൽബീയിങ് ഓഫ് അവർ സൊസൈറ്റി. നമ്മൾ പറഞ്ഞു മാർക്കറ്റിംഗ് കൺസെപ്റ്റിലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ കൺസ്യൂമേഴ്സിനെ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ, അതോടൊപ്പം പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്കും കൂടെ ഉതകുന്ന രീതിയിൽ, സ്യൂട്ടബിൾ ആകുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? മാർക്കറ്റിംഗ് പെർഫോം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രോജക്റ്റുകളൊക്കെ ഡിസൈൻ ചെയ്യേണ്ടത് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് സൊസൈറ്റൽ കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ കസ്റ്റമേഴ്സിനും പ്രാധാന്യമുണ്ട്, നമ്മുടെ ടോട്ടൽ സൊസൈറ്റിക്കും പ്രാധാന്യമുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ പേപ്പർ കവറുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്. എക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ മാത്രമല്ല നമ്മുടെ സൊസൈറ്റിയിലുള്ള എല്ലാ ഹ്യൂമൻ ബീയിങ്സിൻ്റെയും ബെനിഫിറ്റിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ 5ാമത്തെ കൺസെപ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് കമ്പനിയുടെ പ്രോഫിറ്റ് വേണം, അതിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും വേണം, അതോടൊപ്പം സൊസൈറ്റിയുടെ വെൽബീയിങ്ങിന് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ 5 കൺസെപ്റ്റുകളാണ് മാർക്കറ്റിങ്ങിനുള്ളത്. പ്രൊഡക്ഷൻ കൺസെപ്റ്റ്, പ്രോഡക്റ്റ് കൺസെപ്റ്റ്, സെല്ലിംഗ് കൺസെപ്റ്റ്, മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ആൻഡ് സൊസൈറ്റൽ കൺസെപ്റ്റ്. നെക്സ്റ്റ് ടോപ്പിക് ഇവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. ഇപ്പോൾ നമ്മൾ 5 കൺസെപ്റ്റുകൾ പറഞ്ഞു. പ്രൊഡക്ഷൻ കൺസെപ്റ്റ്, പ്രോഡക്റ്റ് കൺസെപ്റ്റ്, സെല്ലിംഗ് കൺസെപ്റ്റ്, മാർക്കറ്റിംഗ് കൺസെപ്റ്റ്, സൊസൈറ്റൽ കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റുകളെല്ലാം ഓരോരോ കാലഘട്ടങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ചാണ് രൂപീകരിക്കപ്പെട്ടു വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ USA ഒരു ഏകദേശ കണക്കാണ്, കറക്റ്റായിട്ടൊന്നുമല്ല, ഏകദേശം ഈ കൺസെപ്റ്റുകളൊക്കെ ഒറിജിനേറ്റ് ചെയ്ത് വന്ന പീരിയഡുകൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ടേബിൾ പോലെ, ടേബിൾ മീൻസ് ഒരു കാലഘട്ടം കള്ളികളിലാക്കി കൊടുത്തുകൊണ്ട് ആ പീരിയഡിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്.
ആദ്യത്തെ കൺസെപ്റ്റ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ തുടക്കകാലത്താണ് വ്യാപാരികൾ, നമ്മൾ ബാർട്ടർ സിസ്റ്റത്തിൽ നിന്നാണ് ഈ വ്യാപാരം എന്ന് പറയുന്ന ആ ഒരു ആശയം വന്നത്. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൊടുക്കുന്നതായിരുന്നു പണ്ടത്തെ കച്ചവടം. പിന്നീട് ഒരു കോമൺ മീഡിയ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് നമ്മൾ പൈസ കണ്ടുപിടിച്ചു, പൈസ ഉപയോഗിക്കാൻ തുടങ്ങി, പ്രൊഡക്ട്സിന് പകരമായി പൈസ കൈമാറ്റം ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പോൾ 1880s 17-ാം നൂറ്റാണ്ട് 1880-കളിലാണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ് തുടങ്ങിയത്, അവരുടെ ആ ഒരു ഇൻട്രൊഡക്ഷൻ. ദെൻ 19,000 ആയപ്പോഴേക്കും, അതായത് 1900 1900 18-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 19-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ട് ആ ഒരു കാലഘട്ടത്തിലേക്ക് അതുവരെയും പ്രൊഡക്ഷൻ കൺസെപ്റ്റ് തന്നെയായിരുന്നു. 1900 കാലഘട്ടം തുടങ്ങിയപ്പോഴേക്കും പ്രോഡക്റ്റ് കൺസെപ്റ്റിലേക്ക് എത്തി, പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ. ദെൻ 1920 ആ ഒരു കാലഘട്ടങ്ങളിൽ സെല്ലിംഗ് കൺസെപ്റ്റ്. 1950s മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. 1970s കാലഘട്ടമായപ്പോഴേക്കും നമ്മുടെ സൊസൈറ്റൽ മാർക്കറ്റ് ഇന്ന് കാണുന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്തി. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഏകദേശ കാലഘട്ടമാണ് പറയുന്നത്, അല്ലാതെ കറക്റ്റ് ഇത്രാമത്തെ വർഷമാണ് ഇത് തുടങ്ങിയത് എന്നൊന്നുമില്ല. അതേപോലെ തന്നെ ഇപ്പോൾ സൊസൈറ്റൽ കൺസെപ്റ്റ് തുടങ്ങി എന്ന് വിചാരിച്ച് പ്രൊഡക്ഷൻ കൺസെപ്റ്റ് ആരും എടുത്തു കളഞ്ഞിട്ടില്ല. ചില സ്ഥാപനങ്ങൾ ഇപ്പോഴും പ്രൊഡക്ഷൻ കൺസെപ്റ്റും പ്രോഡക്റ്റ് കൺസെപ്റ്റും ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ചില സ്ഥാപനങ്ങൾ അവരുടെ വർക്കിംഗ് ലൈഫിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു കൺസെപ്റ്റ്, ദെൻ കുറച്ച് കഴിഞ്ഞ് വേറൊന്ന്, ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൺസെപ്റ്റുകളിൽ ഓരോന്നിനും വന്നിട്ടുള്ള മാറ്റം നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഓരോ സിസ്റ്റം നമ്മുടെ സമൂഹത്തിൽ വികസനം കൂടുന്തോറും നമ്മുടെ പല പല ആശയങ്ങളിലും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ വ്യത്യാസം വന്നു, വേ ഓഫ് തിങ്കിങ്, നമ്മൾക്ക് ലൈഫിനെ കുറിച്ചിട്ടുള്ള ചിന്താഗതിക്ക് തന്നെ മാറ്റം വന്നു. ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ആശയം, അതിൻ്റെ വ്യൂ പോയിൻ്റ്, അതിനെ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിലും വ്യത്യാസമുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആശയം വിവിധ രാജ്യങ്ങളിൽ വിവിധ രീതിയിലാണ് അപ്ലൈ ചെയ്യുന്നത്. വിവിധ മാർക്കറ്റുകളിൽ വിവിധ തരത്തിലാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസും. ഡെവലപ്ഡ് കൺട്രീസിൽ അധികവും മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഒക്കെ ഉള്ള രാജ്യങ്ങളാണ്. അവർ എല്ലായ്പ്പോഴും മാർക്കറ്റിംഗ് കൺസെപ്റ്റാണ് ഫോളോ ചെയ്യുക. അതായത് കൺസ്യൂമർ ഈസ് എ കിങ് ഓഫ് മാർക്കറ്റ്. കൺസ്യൂമറിന് എന്താണോ ആവശ്യം അത് സപ്ലൈ ചെയ്യുക, ലോങ് റൺ പ്രോഫിറ്റിൽ വിശ്വസിക്കുക, ലോയൽ കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുക, ഡിലൈറ്റഡ് കൺസ്യൂമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ. കാരണം അവർ ഡെവലപ്ഡ് ആണ്, അവർക്ക് ഇഷ്ടം പോലെ ഫണ്ട് ഉണ്ട്, അവർക്ക് എന്ത് വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെഷീനറി ഫെസിലിറ്റി ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഉണ്ടാവും, എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും പ്ലെൻറ്റിയാണ്, ഇഷ്ടം പോലെയാണ്. അപ്പോൾ അവർക്ക് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ധൈര്യമായിട്ട് ഫോളോ ചെയ്യാം. എന്നാൽ ഡെവലപ്പിംഗ് കൺട്രീസിലോ വികസനം നടന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. പൊതുസമൂഹത്തിലുള്ള ആളുകളുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയൊന്നും ഉണ്ടാവില്ല. ഒരു മോഡറേറ്റ് ലിവിങ് സ്റ്റൈലായിരിക്കും, മിഡിൽ ഇൻകം ഗ്രൂപ്പായിരിക്കും, അവരുടെ സ്പെൻഡിങ് നാച്ചുറൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു പ്രീമിയം പ്രൊഡക്റ്റ് ഒന്നും കൊണ്ടുവന്ന് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്താൽ സാധാരണക്കാരന് അത് വാങ്ങാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് വേണം, റീസണബിൾ പ്രൈസിൽ അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്ന നല്ല പ്രോഡക്റ്റ് നോക്കി ന്യായമായ വിലയ്ക്കൊക്കെ സപ്ലൈ ചെയ്താലേ ഡെവലപ്പിംഗ് കൺട്രീസിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ പ്രോഡക്റ്റ് കൺസെപ്റ്റ് നമ്മൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, പ്രൊഡക്ഷൻ കൺസെപ്റ്റൊക്കെ നോക്കേണ്ടി വരും. അപ്പോൾ ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസും അഡോപ്റ്റ് ചെയ്യുന്ന മാർക്കറ്റിംഗ് ടെക്നിക്സിൽ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ അർബൻ മാർക്കറ്റും റൂറൽ മാർക്കറ്റും. അർബൻ മാർക്കറ്റിൽ ലഭ്യമായ ഫെസിലിറ്റീസോ അല്ലെങ്കിൽ അവിടെയുള്ള കൺസ്യൂമേഴ്സിൻ്റെ പർച്ചേസിങ് പവറോ ഒന്നും റൂറൽ മാർക്കറ്റിലെ കൺസ്യൂമേഴ്സിന് ഉണ്ടാവില്ല. അപ്പോൾ അർബൻ മാർക്കറ്റിലും റൂറൽ മാർക്കറ്റിലും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് വ്യത്യാസമുണ്ടായിരിക്കും. ഇപ്പോൾ കോസ്മെറ്റിക്സ് പ്രോഡക്റ്റിന് അല്ലെങ്കിൽ മേക്കപ്പ് സാധനങ്ങൾക്കൊക്കെ അർബൻ മാർക്കറ്റിൽ ഉണ്ടാകുന്ന അത്ര ഡിമാൻഡൊന്നും നമ്മുടെ റൂറൽ മാർക്കറ്റുകളിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ദെൻ സെല്ലർ മാർക്കറ്റ് ഉണ്ട്, ബയർ മാർക്കറ്റ് ഉണ്ട്. അതിലും മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ വ്യത്യാസമുണ്ടായിരിക്കും. ദെൻ ഇപ്പോൾ പുതിയ കാലത്തിൽ സർവീസ് മാർക്കറ്റിങ്ങിനാണ് കൂടുതൽ ഡിമാൻഡ്. സർവീസ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ കൺസൾട്ടൻസി സർവീസുകൾ,
ഇൻഷുറൻസ്, മെഡിക്കൽ സർവീസുകൾ, അവയ്ക്കൊക്കെയും മാർക്കറ്റിംഗ് ഉണ്ട്. അവരൊക്കെയും പരസ്യങ്ങൾ നടത്തുന്നുണ്ട്, പ്രോഡക്റ്റിന് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്, കസ്റ്റമർ ലോയൽറ്റി പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ ഡിഫറൻസ് വരും. അതേപോലെ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ സർവീസ് കമ്പനി ഒരാൾ ഓപ്പൺ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഒരു സർവീസ് മാർക്കറ്റിംഗ് ആണ് കമ്പ്യൂട്ടർ സർവീസ്. അപ്പോൾ ആ ഒരു കമ്പനിയെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് മറ്റ് സ്ഥാപനങ്ങൾ ഓപ്പൺ ചെയ്യും. ഇപ്പോൾ ഇവർക്ക് ആവശ്യമായ ചിപ്പുകൾ നൽകുക, ഡിസ്പ്ലേ നൽകുക, കേബിളുകൾ നൽകുക, കണക്ഷൻ എക്യുപ്മെൻറ്റ്സ് നൽകുക, പുതിയ പുതിയ മോഡലിലുള്ള ആ കമ്പ്യൂട്ടറിൻ്റെ പെരിഫറൽസ് നൽകുക, ഇനി ഉള്ളിലുള്ള ബോർഡുകൾ, അങ്ങനെയുള്ള കുറേ സ്ഥാപനങ്ങൾക്ക് ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ബിസിനസ് വരും. അവരുടെ ഓപ്പറേഷൻസ് കൂടെ ഇതിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഓരോ സ്ഥാപനത്തിലും, അതായത് ഇപ്പോൾ ഓരോ മാർക്കറ്റിലും ഓരോ തരം മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളാണ് ഓരോ കമ്പനികളും അഡോപ്റ്റ് ചെയ്യുക. മൾട്ടിനാഷണൽ കോർപ്പറേഷൻസൊക്കെ ലോങ് റൺ എക്സിസ്റ്റൻസ് ആണ് നോക്കുക. എന്നാൽ ചില ചെറുകിട സ്ഥാപനങ്ങളൊക്കെ ഷോർട്ട് റൺ പ്രോഫിറ്റ് ആയിരിക്കും നോക്കുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു സവിശേഷത, ഇന്ന് മാർക്കറ്റിങ്ങിൽ വളരെയധികം മാറ്റം ഉണ്ടാക്കിയ ഒരു ഫീച്ചറാണ് ഗ്ലോബലൈസേഷൻ. LPG പോളിസി 1990s ന്യൂ ഇക്കണോമിക് പോളിസിയിൽ വന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഏറ്റവും ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു മാറ്റി എന്ന് പറയാം. Entire world is considered as a single market, and nowadays even small companies are producing product with a view to satisfy global consumers. ഇപ്പോൾ പണ്ടൊക്കെ വലിയ വലിയ കമ്പനീസിന് മാത്രമേ എക്സ്പോർട്ട് എന്നൊക്കെ ആലോചിക്കാനും കൂടി പറ്റിയിരുന്നുള്ളൂ. നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യണമെങ്കിൽ അതിന് അത്രയും ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും ടാക്സ്, അതേപോലെ അവരുടെ ലൈസൻസ്, അങ്ങനെ കുറേ കടമ്പകൾ, ബാരിയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നുമില്ല. ആർക്ക് വേണമെങ്കിൽ വളരെ ചുരുങ്ങിയ ബജറ്റോടുകൂടി സ്റ്റാർട്ട് ചെയ്ത സ്മാൾ കമ്പനീസിന് വരെ അവരുടെ പ്രോഡക്ട്സ് ഏത് വിദേശ രാജ്യത്തേക്ക് വേണമെങ്കിൽ കയറ്റുമതി ചെയ്യാം. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കാം. ഗവൺമെൻറ്റിൻ്റെ ഫുൾ സപ്പോർട്ടുണ്ട്. സ്പെഷ്യൽ മേഖലകളിലാണ് കേട്ടോ. എല്ലാ മേഖലകളിലും നമുക്ക് ഫോറിനേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു തടസ്സമില്ലാതെ സ്വീകരിക്കാനൊന്നും പറ്റില്ല. കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടി ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പ് വളരെയധികം വിശാലമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണെങ്കിൽ കൂടി നമ്മൾക്ക് നമ്മുടെ ഇൻ്റർനെറ്റ് സൗകര്യം ഉപയോഗിച്ച് ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടേക്ക് വേണമെങ്കിൽ കയറ്റി അയക്കാനുള്ള സൗകര്യം ഇന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ഒരു ഇവല്യൂഷൻ പ്രോസസ്സിലൂടെയാണ് ഇന്നത്തെ സ്റ്റേജിൽ എത്തി നിൽക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ യുഗമാണ് ഇന്ന്. അപ്പോൾ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഇതിലും മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. പക്ഷേ എല്ലാ കൺസെപ്റ്റുകളും എല്ലായ്പ്പോഴും ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. പുതിയൊരാശയം വന്നു എന്ന് വെച്ച് എല്ലാ മാർക്കറ്റേഴ്സും ആ പുതിയ ആശയമാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മുടെ സാഹചര്യവും നമ്മളുടെ മാർക്കറ്റിൻ്റെ സ്വഭാവവും അനുസരിച്ച് ഓരോ മാർക്കറ്റേഴ്സും ഓരോ തരം സ്ട്രാറ്റജിയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഡിഫറൻസസ് ബിറ്റ്വീൻ സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ്. നമ്മൾ പറഞ്ഞു മാർക്കറ്റിംഗ് എന്ന് പറയുന്നതും സെല്ലിംഗ് എന്ന് പറയുന്നതും രണ്ടും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസിൽ വരുന്ന ആക്ടിവിറ്റീസാണ്. അവ പരസ്പരം റിലേറ്റഡ് ആണ്. പക്ഷേ ഡീറ്റെയിൽ ആയി ആ പ്രോസസ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ അവ തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അതൊരു ടേബിളായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 18 അത് കൃത്യമായി നിങ്ങൾ വായിച്ചു നോക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡിഫറൻസസ്. ഏറ്റവും ആദ്യമായി എംഫസിസിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ സെല്ലിംഗ് എംഫസൈസസ് ഓൺ പ്രോഡക്റ്റ്. സെല്ലിംഗ് പ്രോസസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എംഫസിസ് കൊടുക്കുന്നത് എന്തിനാണ്? പ്രൊഡക്റ്റിനാണ്. പ്രൊഡക്റ്റിൻ്റെ വിൽപ്പന, അതിനാണ് പ്രാധാന്യം. ഓൺ ദ അതർ ഹാൻഡ് മാർക്കറ്റിംഗ് എംഫസൈസസ് ഓൺ കസ്റ്റമർ വാണ്ട്സ്. മാർക്കറ്റിങ്ങിൽ പ്രധാനമായി നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്? നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ അൺസാറ്റിസ്ഫൈഡ് ആയ നീഡ്സ് ആൻഡ് വാണ്ട്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി രണ്ടാമതായി മാനേജ്മെൻറ്റ്. സെല്ലിങ്ങിൻ്റെ കേസിൽ സെയിൽസ് വോള്യൂം ഓറിയൻറ്റഡ് മാനേജ്മെൻ്റ് ആണ്. മാക്സിമം സെയിൽസ് ക്രിയേറ്റ് ചെയ്യുക, സെയിൽസിൻ്റെ വോള്യൂം എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ ആക്ടിവിറ്റി, അതായത് പ്രധാന ലക്ഷ്യമായി വരുന്നത്. എന്നാൽ മാർക്കറ്റിങ്ങിൽ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്.
പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആണ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലൂടെ ലാഭം വർദ്ധിപ്പിക്കുക. ദെൻ പ്ലാനിങ് സെല്ലിങ്ങിൻ്റെ കേസിലാണെങ്കിൽ ഷോർട്ട് ടേം ഓറിയൻറ്റഡ് ആണ്, മാക്സിമം സെയിൽസ് മാക്സിമം പ്രോഫിറ്റ് ഇൻ ഷോർട്ട് ടേം. എന്നാൽ മാർക്കറ്റിങ്ങിൻ്റെ കേസിൽ അങ്ങനെയല്ല, ലോങ് റൺ ഓറിയൻറ്റഡ് ആണ്. ഡിലൈറ്റഡ് കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്ത് ദീർഘകാലം ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് മാർക്കറ്റിങ്ങിൽ പ്ലാനിങ് വരുന്നത്. ദെൻ സ്ട്രെസ്സസ് ഓൺ നീഡ്സ് ഓഫ് സെല്ലേഴ്സ്. സെല്ലിങ്ങിൽ സെല്ലേഴ്സിൻ്റെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ മാർക്കറ്റിങ്ങിൽ അങ്ങനെയല്ല, ഇറ്റ് സ്ട്രെസ്സസ് ഓൺ നീഡ്സ് ഓഫ് ബയേഴ്സ്. വാങ്ങിക്കുന്ന ആളെ കൺസ്യൂമർ നീഡ്സിനാണ് പ്രാധാന്യം. ദെൻ ലാസ്റ്റിൽ പറയുന്നത് സെല്ലിങ്ങിൽ സ്ട്രെസ്സസ് ഓൺ സെയിൽസ്, വിൽപ്പനയ്ക്കാണ് പ്രാധാന്യം. മാക്സിമം സെയിൽസ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് സെല്ലിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്. മാർക്കറ്റിങ്ങിലോ ഇറ്റ് എയിംസ് ഓൺ ഡിലൈറ്റഡ് കസ്റ്റമേഴ്സ്, കൺസ്യൂമേഴ്സിനെ ഡിലൈറ്റഡ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യുക, ലോയൽ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിങ്ങിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ മാർക്കറ്റിംഗ് പ്രോസസ്സ് നമ്മളതിൻ്റെ കൺസെപ്റ്റുകൾ പറഞ്ഞു, അതേപോലെ തന്നെ അതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് പ്രാധാന്യം എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഇക്കോണമിയിലാണെങ്കിലും നമ്മുടെ സെല്ലേഴ്സിനെ സംബന്ധിച്ചും ബയേഴ്സിനെ സംബന്ധിച്ചൊക്കെ മാർക്കറ്റിംഗ് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളത്. ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ്. ഫസ്റ്റ് വൺ, ഇറ്റ് ബ്രിങ്സ് റവന്യൂ ടു ദ കമ്പനി. നമ്മുടെ കമ്പനിയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നു. മാർക്കറ്റിങ്ങിലൂടെ ലോങ് റൺ പ്രോഫിറ്റബിലിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡിലൈറ്റഡ് കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് സ്ഥാപനത്തിന് ക്രിയേറ്റ് ചെയ്യാൻ മാർക്കറ്റിംഗ് അത്യാവശ്യമാണ്. ദെൻ രണ്ടാമതായി, ഇറ്റ് ഹെൽപ്സ് കൺസ്യൂമർ ചോയ്സ് ആൻഡ് ദെയർ ലെവൽ ഓഫ് കൺസംഷൻ. കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനനുസരിച്ചിട്ടുള്ള പ്രോപ്പർ ക്വാളിറ്റി പ്രോഡക്റ്റ് നോർമൽ പ്രൈസിൽ റീസണബിൾ പ്രൈസിലൊക്കെ സപ്ലൈ ചെയ്തുകൊണ്ട് കൺസ്യൂമേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യുന്നു. അതേപോലെ തന്നെ അവരുടെ ലെവൽ ഓഫ് ചോയ്സ് അതിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ക്രിയേറ്റ്സ് ടൈം, പ്ലേസ് ആൻഡ് പൊസിഷൻ യൂട്ടിലിറ്റി. കസ്റ്റമേഴ്സിന് ആവശ്യമായ പ്രോഡക്റ്റ് ആവശ്യമുള്ള സമയത്ത് അവരുടെ സ്ഥലത്ത് അവരുടെ ഡിസയേർഡ് പ്ലേസ് ഉണ്ടായിരിക്കും, അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ദെൻ ആ പ്രോഡക്റ്റ് അങ്ങോട്ട് കൈമാറുമ്പോൾ അവർക്ക് ആ പ്രോഡക്റ്റ് ഉപയോഗിക്കാനുള്ള പൊസിഷൻ യൂട്ടിലിറ്റിയും ലഭിക്കുന്നു. അപ്പോൾ വെയർഹൗസിങ്, ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറിങ്, സെയിൽസ്, ഈ റിലേറ്റഡ് ആക്ടിവിറ്റീസിലൂടെയൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് യൂട്ടിലിറ്റീസാണ് മാർക്കറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് പ്രൊവൈഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി. രാജ്യത്ത് ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് മേഖലകൾ മാർക്കറ്റിങ്ങിൽ വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ വരുമാനത്തിൻ്റെ ഒരു വർധനവിന് മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന്, ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് നല്ലൊരു കോൺട്രിബ്യൂഷൻ മാർക്കറ്റിംഗ് ഫീൽഡ് നൽകുന്നുണ്ട്. ദെൻ ലാസ്റ്റിൽ പറയുന്നത് ഇറ്റ് ഓഫേഴ്സ് വേരിയസ് കാരിയർ ഓപ്പർച്യൂണിറ്റീസ്. ഒരുപാട് ജോലി സാധ്യതകൾ മാർക്കറ്റിംഗ് മേഖലയിലുണ്ട്. ഇപ്പോൾ MBA വരെ മാർക്കറ്റിങ്ങിലുണ്ട്. അതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ തന്നെ ഓരോ സബ്ബായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ലോജിസ്റ്റിക്സ് ആണെങ്കിലും ട്രാൻസ്പോർട്ടേഷനിൽ റിലേറ്റഡ് ആയതാണെങ്കിലും ഒക്കെ ഡിപ്ലോമ കോഴ്സുകൾ, വെയർഹൗസിങ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, മാർക്കറ്റിങ്ങിൻ്റെ സബ് ഏരിയകൾ കൂടി ഇപ്പോൾ വലിയൊരു കോഴ്സ് ഓഫ് സ്റ്റഡിയുടെ സബ്ജക്റ്റായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാരിയർ ഓപ്പർച്യൂണിറ്റി നമ്മുടെ മാർക്കറ്റിംഗ് ഏരിയ നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ ബിസിനസ് മേഖലയ്ക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. അത്രയും പ്രാധാന്യമുള്ള ഒരു ആക്ടിവിറ്റിയാണ് മാർക്കറ്റിംഗ്. അപ്പോൾ ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു, റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും രണ്ട് രീതിയിലാണ്. അപ്പോൾ എന്താണ് ഒരു ഡെവലപ്പിംഗ് ഇക്കോണമി, വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് മാർക്കറ്റിങ്ങിന് പ്രാധാന്യം? നമ്മൾ പറഞ്ഞു വികസിത രാജ്യങ്ങളാണെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് പ്ലെൻറ്റി ഓഫ് റിസോഴ്സസ് ഉണ്ടായിരിക്കും, ഹൈ ലെവൽ ഓഫ് ഇൻകം ഉണ്ടായിരിക്കും, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്തതായിരിക്കും. എന്നാൽ ഡെവലപ്പിംഗ് കൺട്രിയിൽ അങ്ങനെയാണോ? അല്ല. ആളുകൾ എങ്ങനെയാണ്? അവരൊരു മിഡിൽ ഇൻകം ഗ്രൂപ്പാണ്. അപ്പോൾ അതിൻ്റെ സവിശേഷതകളാണ് പറയുന്നത്. നമ്മുടെ സെല്ലർ മാർക്കറ്റുകളായിരിക്കും അധികം ഡെവലപ്പിംഗ് രാജ്യങ്ങളിലും. സെല്ലേഴ്സിനാണ് പ്രാധാന്യം. ദേ ആർ ഇൻ എ ഡൊമിനേറ്റിംഗ് പൊസിഷൻ. കസ്റ്റമേഴ്സിൻ്റെ പർച്ചേസിങ് പവറൊക്കെ കുറവാണ്. അപ്പോൾ ഒരു നോർമൽ റേറ്റ് ഓഫ് പ്രൈസിൽ നൽകുന്ന ഒരു പ്രോപ്പർ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റൊക്കെയാണ് ഓഫർ ചെയ്യുന്നത്, സെല്ലേഴ്സ് ഓഫർ ചെയ്യുന്നത്. ഒരു മീഡിയം ക്വാളിറ്റി ഒക്കെ ഉണ്ടാവും, മീഡിയം പ്രൈസിലാണ്. അങ്ങനത്തത് വാങ്ങിക്കാനുള്ള പവറേ കൺസ്യൂമേഴ്സിനുള്ളൂ. അപ്പോൾ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഒന്നുമല്ല അവിടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റ്. സെല്ലർക്കാണ് ഡൊമിനേഷൻ നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസിൽ.
പിന്നെ രണ്ടാമതായി പറയുന്നത് എന്താ, വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അവൈലബിൾ ആർ ലിമിറ്റഡ്. നമ്മുടെ വികസിത രാജ്യങ്ങളിൽ ലഭ്യമായിട്ടുള്ളതുപോലെ അത്രയും ഒരുപാട് ചോയ്സുകളൊന്നും എവിടെ കിട്ടില്ല, ഡെവലപ്പിംഗ് നാഷൻസിൽ നമ്മൾക്ക് അവൈലബിൾ അല്ല. അതേപോലെ തന്നെ ഡെവലപ്പിംഗ് ഇക്കോണമിയിലാണെങ്കിൽ ഓരോ വ്യക്തികളുടെയും പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. അപ്പോൾ അവനവൻ്റെ വരുമാനത്തിനനുസരിച്ച് ആ വരുമാനത്തിൻ്റെ ഒരു പോർഷനാണ് നമ്മൾ ഡിസ്പോസിബിൾ ഇൻകമായിട്ട് സ്പെൻഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ആ പെർ ക്യാപിറ്റ ഇൻകം കുറവായത് കൊണ്ട് തന്നെ അവർ അത്യാവശ്യത്തിന് മാത്രമേ പൈസ ചിലവാക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഉദ്ദേശിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് സപ്ലൈ ചെയ്യേണ്ടത്. വലിയൊരു കൺസംഷൻ പാറ്റേൺ ഒന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. ദെൻ കൺസ്യൂമേഴ്സ് നോളജ് ആൻഡ് അവയർനെസ് അബൌട്ട് ദെയർ റൈറ്റ്സ് ഈസ് ലിമിറ്റഡ്. നമ്മുടെ ഇൻകം ലിമിറ്റഡ് ആയതുപോലെ തന്നെയാണ് കൺസ്യൂമേഴ്സിന് അവരുടെ അവകാശങ്ങളെക്കുറിച്ചോ അവർക്ക് ലഭ്യമായിട്ടുള്ള നിയമ സംരക്ഷണങ്ങളെക്കുറിച്ചോ ഒന്നും അത്രയധികം വിവരമുണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ ലാസ്റ്റിൽ പറയുന്നത് സപ്പോർട്ടിംഗ് സർവീസസ് ആർ ലിമിറ്റഡ്. നമ്മൾ സാധാരണ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഡെവലപ്ഡ് കൺട്രികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കസ്റ്റമർ സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ആഫ്റ്റർ സെയിൽ സർവീസുകളുടെ കാര്യത്തിലാണെങ്കിലും, ഗ്യാരണ്ടി ഓഫറിങ് അങ്ങനെയുള്ള പ്രൊട്ടക്ഷണൽ സർവീസുകളൊക്കെ കുറച്ച് കുറവായിരിക്കും. കാരണം കസ്റ്റമേഴ്സിന് അവർക്ക് ഒരുപാട് വില കൂടിയ പ്രോഡക്റ്റ് ഒന്നും സഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. പിന്നെ നമ്മൾ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയ ഷോപ്പിംഗ് മാളൊക്കെ ഒരു റൂറൽ ഏരിയയിലോ അല്ലെങ്കിൽ ഒരു ഡെവലപ്പിംഗ് രാജ്യത്തൊക്കെ നമ്മൾ വലിയ വലിയ എം എൻ സീസിൻ്റെ ഡെപ്പോസിറ്റൊക്കെ നടത്തി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ലോങ് റണ്ണിൽ അവരെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇൻകം ഒന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിൽ മാർക്കറ്റിംഗ് ഉണ്ട്, മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ ഡെവലപ്ഡ് കൺട്രീസിലുള്ള അത്രയും കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷന് ഊന്നൽ നൽകുന്ന ബിസിനസ് അല്ല ഡെവലപ്പിംഗ് കൺട്രീസിൽ ഉണ്ടാവാറുള്ളത്. അവിടെ കൺസ്യൂമേഴ്സിന് പരിഗണനയൊക്കെ കിട്ടുന്നുണ്ടാവും, പക്ഷേ കൺസ്യൂമേഴ്സിൻ്റെ പോരായ്മകൾ തന്നെയാണ് അതിന് കാരണം. അവർക്ക് വരുമാനം കുറവാണ്, അവർക്ക് നോളജ് കുറവാണ്, അവരുടെ സെലക്ഷനുള്ള അവർക്ക് ഒരുപാട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഹൈ പ്രീമിയം പ്രോഡക്ട്സ് ഒന്നും. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും കൺസ്യൂമർ ഓറിയൻറ്റഡ് മാർക്കറ്റിംഗ് അല്ല ഡെവലപ്പിംഗ് കൺട്രീസിലുള്ളത്. ദെൻ നമ്മുടെ ഈ യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് മാർക്കറ്റിംഗ് മിക്സ്. ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള ഒരു പ്രോസസ്സാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ മാർക്കറ്റിംഗ് ഫങ്ഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അതിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത്? മാർക്കറ്റിംഗ് മിക്സ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് ആണ് വരുന്നത്. മാർക്കറ്റിംഗ് മിക്സിനെ നമ്മൾ ട്രഡീഷണലി നമ്മൾ പറയാറുള്ളത് 4 P's ഓഫ് മാർക്കറ്റിംഗ് എന്നാണ്. 4 P'കളാണ് മാർക്കറ്റിംഗ് മിക്സ് ആയിട്ട് അറിയപ്പെടുന്നത്. ഒന്ന് പ്രൊഡക്റ്റ്, പിന്നെ ഒന്ന് പ്രൈസ്, പ്രൊമോഷൻ, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പ്ലേസ് അല്ലെങ്കിൽ 4 P's എന്ന് പറയുമ്പോൾ ചിലതിൽ പ്ലേസ് എന്നുള്ള രീതിയിലും നിങ്ങൾ കാണാറുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വി ആർ ഓഫറിങ് ടു ദ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സ് പൈസ കൊടുത്ത് എന്താണോ നമ്മളിൽ നിന്ന് വാങ്ങിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ കൺസ്യൂമേഴ്സിന് ഓഫർ ചെയ്യുന്നത് അതാണ് പ്രോഡക്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ കുറിച്ച് സെർച്ച് ചെയ്യും. എന്നിട്ട് അതിനെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ അൺസാറ്റിസ്ഫൈഡ് നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി എന്താണോ അവർക്ക് നൽകേണ്ടത് ആ ഉൽപ്പന്നം അല്ലെങ്കിൽ ആ സേവനം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഉൽപ്പന്നമാണ് പ്രൊഡക്റ്റ്. ദെൻ പ്രൈസ് എന്ന് പറയുന്നത് മോണിറ്ററി വാല്യൂ പെയ്ഡ് ബൈ കൺസ്യൂമേഴ്സ് ടു സെല്ലർ. നമ്മൾ ഈ പ്രൊഡക്റ്റ് അങ്ങോട്ട് നൽകുന്നതിന് പകരമായി അവരിങ്ങോട്ട് നൽകുന്ന പൈസ അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ്, അതിൻ്റെ വില, കോസ്റ്റാണ്. ആ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി കൺസ്യൂമർ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത്, പൈസയുടെ ടേംസിൽ കൊടുക്കുന്നത്, അതാണ് ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ദെൻ പ്രൊമോഷൻ, വാട്ട് വി ആർ ഡൂയിങ് ടു ഇൻക്രീസ് ദ സെയിൽ ഓഫ് അവർ പ്രൊഡക്റ്റ്. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വിൽപ്പന വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം എഫേർട്സ് ആണോ എടുക്കുന്നത് അതാണ് പ്രൊമോഷൻ. അത് അഡ്വർടൈസ്മെൻ്റ് ആവാം, സ്റ്റോറിങ്, വെയർഹൗസിങ്, കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. ഗിഫ്റ്റ് കൊടുക്കൽ, ഫ്രീ ഗിഫ്റ്റ് കൊടുക്കൽ, ആഫ്റ്റർ സെയിൽ സർവീസുകൾ ഓഫർ ചെയ്യൽ, അങ്ങനെ പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും
പ്രൊമോഷണൽ ആക്ടിവിറ്റീസിൽ വരും. ദെൻ ലാസ്റ്റിൽ വരുന്നത് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ട്രാൻസ്ഫറിങ് പൊസഷൻ യൂട്ടിലിറ്റി എന്ന് നമ്മൾ പറഞ്ഞില്ലേ, പ്രോഡക്ട്സ് നമ്മളുടെ കയ്യിൽ നിന്ന് കൺസ്യൂമറുടെ കയ്യിൽ എത്താൻ വേണ്ടി അതിൻ്റെ ആ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, നമ്മൾ ആ പ്രോഡക്റ്റ് അവർ കൈമാറ്റം ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾക്ക് വെയർ ഹൗസിംഗ് നടത്തേണ്ടി വരും, ട്രാൻസ്പോർട്ടേഷൻ വേണ്ടി വരും, സ്റ്റോറേജ് ഫെസിലിറ്റി വേണ്ടി വരും. എങ്ങനെയാണെങ്കിലും പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തിക്കുക, അതാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. ഇതെല്ലാം നമ്മളിനി ഓരോ ചാപ്റ്ററുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ട്രഡീഷണൽ കൺസെപ്റ്റ് പ്രകാരം മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് 4 P's ആണ്: പ്രോഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. പിന്നീട് സർവീസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആശയം വന്നപ്പോൾ ഈ 4 P's ഓഫ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ചിത്രമുണ്ട് കേട്ടോ അതിൽ ടെക്സ്റ്റിൽ. അതിൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്: ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രൊഡക്റ്റ്, ഇംപ്രൂവ്മെന്റ് ഓഫ് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ്, പിന്നെ മാർജിനൽ ഓർ നോൺ പ്രോഫിറ്റബിൾ പ്രൊഡക്റ്റ്, പാക്കേജിങ്, ബ്രാൻഡിങ്, അതൊക്കെ പ്രൊഡക്റ്റ് ഏരിയയിൽ വരും. ദെൻ പ്രൈസിങ്ങിൽ പ്രോഫിറ്റ് മാർജിൻ, സെയിൽസ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ്, റൈറ്റ് പ്രൈസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പ്രൊമോഷനിൽ അഡ്വർടൈസിങ്, സെയിൽസ് ഫോർ സെല്ലിംഗ്, സെയിൽസ് പ്രൊമോഷൻ, ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, ലോജിസ്റ്റിക്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഇതെല്ലാം എയിം ചെയ്യുന്നത് എവിടേക്കാണ്? ടാർഗറ്റ് കൺസ്യൂമേഴ്സിലാണ്. അപ്പോൾ ഈ സർവീസ് മാർക്കറ്റിംഗ് വന്നപ്പോൾ 4 P's ഓഫ് മാർക്കറ്റിംഗ് ഈസ് റീപ്ലേസ്ഡ് ബൈ 7 P's, 7 P'കളായി മാറി. അഡീഷണൽ ആയിട്ട് ഒരു 3 P's കൂടി ഇതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. എന്തൊക്കെയാണ്? പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയർ, മാനേജ്മെന്റ്, കൾച്ചർ ആൻഡ് കൺസ്യൂമർ സർവീസ്. പിന്നെ വരുന്നത് പ്രോസസ്സാണ്. ഹൗ സർവീസസ് ക്രിയേറ്റഡ് ആൻഡ് കൺസ്യൂംഡ്. പിന്നെ വരുന്നത് ഫിസിക്കൽ എവിഡൻസ് ആണ്, അതായത് റൺ ഡൗൺ, കംഫർട്ട്, ഫെസിലിറ്റീസ്. അങ്ങനെ ഒരു 3 P's കൂടെ സർവീസ് മാർക്കറ്റിംഗ് വരുമ്പോൾ ആഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ 7 P's ആവും. 1990s ഈ മാർക്കറ്റിംഗ് മിക്സിലേക്ക് ഒരു തിയറി കൂടി ആഡ് ചെയ്യാണ്. 4C ആണ്. അപ്പോഴേക്കും P മാറിയിട്ട് എന്തായി? 4C, 4 Cകൾ. ഏതൊക്കെയാ വരുന്നത്? കസ്റ്റമർ വാണ്ട്സ് ആൻഡ് നീഡ്സ്, അതായത് അതാണ് എന്തായി നമ്മൾ മാറ്റുന്നത്? പ്രൊഡക്റ്റ്. പിന്നെ വരുന്നത് കോസ്റ്റ്, ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ചിലവ്, ദാറ്റ് മീൻസ് നമ്മുടെ പ്രൈസ് തന്നെ. പിന്നെ വരുന്നത് എന്താ? കൺവീനിയൻസ്, നമ്മുടെ സൗകര്യത്തിന് പ്രോഡക്റ്റ് ലഭ്യമാക്കുക, അതായത് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്ലേസ് എന്ന് നമ്മൾ പറയുന്ന എലമെന്റ് ആണ് കൺവീനിയൻസ്. ദെൻ ലാസ്റ്റിൽ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ, പ്രോഡക്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതാണ് നമ്മൾ ഏതിൽ പറയുന്നത്? പ്രൊമോഷൻ. അപ്പൊ ഈ 4 C's എന്ന് പറഞ്ഞാലും നമ്മൾ ഈ 4 P'സിൽ പറയുന്ന ആശയം തന്നെയാണ്. കസ്റ്റമർ നീഡ്സ് ആൻഡ് വാണ്ട്സ്, കോസ്റ്റ്, കൺവീനിയൻസ്, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, പ്രോഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ആ 4 P'സിനെ നമ്മൾ എന്തായിട്ട് റീപ്ലേസ് ചെയ്യുന്നു? മോഡേൺ കൺസെപ്റ്റിൽ ആരാണ്? റോബർട്ട് എഫ് ലോട്ടർബോൺ ആണ് 1990 ഈ 4 C's എന്നുള്ള ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനുള്ളത്.